ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തേക്കിലൂടെ അപ്കമിംഗ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഇൻഡക്ഷൻ കുക്ക് ടോപ്പിൽ വെക്കാൻ പറ്റുന്ന സ്റ്റീൽ പാത്രം അന്വേഷിക്കുകയാണ് സുഭാഷും നിധിയും. സുധീഷും ഹരീഷും നികേഷും എല്ലാം പഴയ സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് അവർ അന്വേഷിക്കുകയാണ്. സുധീഷും ഹരീഷും സ്കൂളിൽ കൊണ്ടുപോയിരുന്ന ബാഗ് വരെ അതിലുണ്ട്. ഇതെല്ലാം എന്തിനാ സുഭാഷ് എടുത്തു വെച്ചിരിക്കുന്നതെന്ന് നികേഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, നീ സ്കൂളിൽ പോകുമ്പോൾ തരാമെന്ന് കരുതി സൂക്ഷിച്ചു വെച്ചതാണ്. പക്ഷെ അന്ന് കയ്യില് കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നത് കൊണ്ട് പുതിയ ബാഗ് വാങ്ങി തന്നു. ഹരീഷ് പഴയ സ്റ്റീൽ പാത്രങ്ങൾ എടുത്തു കാണിക്കുമ്പോൾ നിധി ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ ഇതൊക്കെയാണോ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? ഇതൊക്കെ എടുത്ത് കള, എന്തിനു കൊള്ള ഈ പാത്രങ്ങൾ? നികേഷ് ഇതെല്ലാം എടുത്ത് പുറത്തു വെക്ക്. തുടർന്ന് പഴയ കൊച്ചുകുട്ടികളുടെ ഡ്രസ്സ് കണ്ട് നിധി ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ ഇതെല്ലാം എന്താ? ഇവരിട്ടിരുന്ന ഡ്രസ്സാണോ? ഇതില് പെൺകുട്ടികൾ ഇടുന്ന ഡ്രസ്സും ഉണ്ടല്ലോ. സുഭാഷ് പറയുന്നു, ഹരീഷ് ജനിക്കുന്നതിന് മുമ്പ് അത് പെണ്ണായിരിക്കും എന്ന് കരുതി അമ്മ കുറെ പെൺകുട്ടികളുടെ ഡ്രസ്സ് വാങ്ങി വെച്ചതാ. അതാ ഇതെല്ലാം. സുധീഷ് ഹരീഷിനെ കളിയാക്കുകയാണ്. തുടർന്ന് നിധി ആവശ്യപ്പെട്ടത് പ്രകാരം ആ പഴയ സാധനങ്ങളെല്ലാം പുറത്തേക്ക് കൊണ്ടുവെക്കുകയാണ് സുധീഷും ഹരീഷും നികേഷും. ഇത് കണ്ട് ഭാസ്കരൻ ചോദിക്കുന്നു, എന്തിനാണ് ഞാൻ കിടക്കുന്നിടത്തേക്ക് ഇത് കൊണ്ടുവെക്കുന്നത്? ചോദിച്ചത് കേട്ടില്ലേടാ. തുടർന്ന് മറ്റൊരു പെട്ടി തുറക്കുകയാണ് നിധി ചോദിക്കുന്നു, ഇതെന്താ സുഭാഷ് ഏട്ടാ, നിറച്ചും ഫോട്ടോസ് ആണല്ലോ? സുഭാഷ് പറയുന്നു, എല്ലാം പഴയ ഫോട്ടോകളാണ്. നികേഷ് ചോദിക്കുന്നു, നമ്മുടെ ചെറുപ്പത്തിലെ ഫോട്ടോയാണോ സുഭാഷ് ഏട്ടാ? അതേടാന്ന് സുഭാഷ് പറയുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, ഓ ഇതെല്ലാം ഇവിടെ ഉണ്ടോ? ഈ ഫോട്ടോ എല്ലാം ഞാൻ ഒരിക്കൽ അന്വേഷിച്ചതാണ്. നികേഷ് ഇത് നോക്കെന്ന് പറഞ്ഞ് ഒരു ഫോട്ടോ നികേഷിനെ കാണിക്കുകയാണ് നിധി. ഏട്ടത്തി ഇത് നോക്കിയേ, ഇത് സുഭാഷ് ഏട്ടൻ, ഇത് സുധീഷ് ഏട്ടൻ, ഇത് ഹരീഷ് ഏട്ടൻ, പിന്നെ ഇത് ഞങ്ങളുടെ അമ്മ. സന്തോഷത്തോടു കൂടി നിധി പറയുന്നു, നല്ല ഭംഗിയുണ്ട്. എടാ ഫോട്ടോ ഇങ്ങനെ കാണിച്ചെന്ന് പറഞ്ഞ് സുധീഷ് ഫോട്ടോ വാങ്ങിച്ചു നോക്കുകയാണ്. നികേഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ ആ ഫോട്ടോയില് സുഭാഷ് ഏട്ടനും സുധീഷ് ഏട്ടനും ഹരീഷ് ഏട്ടനും എല്ലാം അമ്മയുടെ കൂടെ ഉണ്ട്, ഞാൻ മാത്രമില്ല. അതെന്താ? ഇത് കേട്ട് എല്ലാവരും ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ നിധിയും നികേഷും എല്ലാവരെയും ശ്രദ്ധിക്കുകയാണ്. സുധീഷ് പറയുന്നു, എടാ അന്ന് ഹരീഷ് കൊച്ചുകുട്ടിയല്ലേ, അപ്പൊ നീ കുഞ്ഞായിരിക്കും, നിന്നെ തൊട്ടിലിൽ കിടത്തിയിരുന്നതായിരിക്കും. നിധി ചോദിക്കുന്നു, എന്താ നിങ്ങളുടെ അമ്മയുടെ ഫോട്ടോ ചുവരിൽ വെക്കാഞ്ഞത്? ഒന്ന് പതറിയെ സുഭാഷ് പറയുന്നു, അത് അമ്മയുടെ തനിച്ചുള്ള ഫോട്ടോ ഒന്നുമില്ല. ഹരീഷ് പറയുകയാണ്, എല്ലാം എടുത്ത് അകത്ത് വെക്കാം, എല്ലാവർക്കും ഒരുപാട് ജോലികളില്ലേ? നികേഷ് പറയുന്നു, ഹരീഷ് ഏട്ടാ ഞാൻ ഇതൊക്കെ ഒന്ന് നോക്കട്ടെ. അപ്പോൾ സുഭാഷ് പറയുകയാണ്, ഹരീഷ് അതെല്ലാം എടുത്ത് അകത്ത് വെച്ചേ. ഹരീഷ് പെട്ടെന്ന് ഫോട്ടോ എല്ലാം എടുത്ത് പെട്ടിയിലേക്ക് വെക്കാനായി തുടങ്ങുമ്പോൾ നികേഷ് പറയുന്നു, വേണ്ട ഹരീഷ് ഏട്ടാ, കുറെ ഫോട്ടോസ് കണ്ടില്ലേ, ഇനി വളരെ കുറച്ചേ ഉള്ളൂ, ഞാനൊന്ന് കണ്ടോട്ടെ. സുധീഷ് ഏട്ടന്റെ പഴയ ബാഗ് പോലെ ഹരീഷ് ഏട്ടന്റെ പെൺകുട്ടികളുടെ ഡ്രസ്സ് പോലെ എന്റെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. പെട്ടെന്ന് നികേഷ് കാണുകയാണ് ചെറുപ്പത്തിലെ അവരുടെ ഫോട്ടോ. സുഭാഷ് നികേഷിനെ എടുത്തുകൊണ്ട് നിൽക്കുന്നതും തൊട്ടടുത്ത് സുധീഷും ഹരീഷും ഉണ്ട്. ഏട്ടത്തി ഇത് നോക്ക്, ഇത് ഞാനാ. പിന്നെ സുഭാഷ് ഏട്ടനും ഹരീഷ് ഏട്ടനും സുധീഷ് ഏട്ടനും ഉണ്ട്. നിധി പറയുന്നു, സുഭാഷ് ഏട്ടൻ വലിയ പയ്യനാണല്ലോ. നികേഷ് പറയുകയാണ്, അതെ ഏട്ടത്തി, സുഭാഷ് ഏട്ടൻ എന്നെക്കാട്ടിലും 13 വയസ്സിന് മൂത്തതല്ലേ. തുടർന്ന് നികേഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ എന്താ ഞാൻ അമ്മയുടെ കൂടെയുള്ള ഫോട്ടോ ഇല്ലാത്തത്? നമ്മൾ എല്ലാവരും കൂടിയുള്ള ഫോട്ടോ ഉണ്ട്, സുഭാഷ് ഏട്ടനും ഞാനും കൂടിയുള്ള ഫോട്ടോ ഉണ്ട്, പക്ഷെ ഞാനും അമ്മയും കൂടിയുള്ള ഫോട്ടോ ഒന്നുമില്ല. അങ്ങനെ ഓരോരോ ഫോട്ടോകൾ എടുത്തു കാണിക്കുകയാണ് നികേഷ്. ഇത് കേട്ട് എല്ലാവരും ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ നികേഷ് പറയുന്നു, എന്താ ആരും ഒന്നും മിണ്ടാത്തത്? എന്താ ഞാനും അമ്മയും കൂടിയുള്ള ഫോട്ടോ ഒന്നും ഇല്ലാത്തത്? സുഭാഷ് പറയുന്നു, നേരെ ഒരുപാടായി, ഇതെല്ലാം എടുത്തു വെക്കാം. അങ്ങനെ ഹരീഷും സുഭാഷും കൂടി ഫോട്ടോകളെല്ലാം എടുത്തു വെക്കുമ്പോൾ നിധി പറയുന്നു, സുഭാഷ് ഏട്ടാ ദേ അതിനകത്ത് വേറൊരു ഫോട്ടോ കൂടി ഉണ്ട്, ഞാൻ അതൊന്ന് നോക്കട്ടെ. സുഭാഷ് പറയുന്നു, ഇനി വേറെ ഒന്നും ഇല്ല മോളെ, ഇത്രയും ഫോട്ടോസേ ഉള്ളൂ. പെട്ടെന്ന് ഡ്രസ്സിനിടയിൽ നിന്നും നികേഷിന് ഒരു ഫോട്ടോ കിട്ടുകയാണ്. ഫോട്ടോ കാണിച്ച് നികേഷ് ചോദിക്കുന്നു, ആരാ ഇത് സുഭാഷ് ഏട്ടാ? അറിയത്തില്ലടാ, ഇങ്ങനെ താന്നും പറഞ്ഞ് ഫോട്ടോ പിടിച്ചു വാങ്ങിച്ച് പെട്ടിയിലേക്ക് വെക്കുകയാണ് സുഭാഷ്. നികേഷ് ചോദിക്കുന്നു, അറിയില്ലെന്നോ? നമ്മുടെ ഒരു കുടുംബ ഫോട്ടോയിലും ഇവരുടെ ഫോട്ടോ ഞാൻ കണ്ടല്ലോ, എന്നിട്ടും ഇവരാരാണെന്ന് സുഭാഷ് ഏട്ടൻ അറിയില്ലേ? സുധീഷ് പറയുന്നു, നികേഷേ ഇത് നമ്മുടെ അമ്മയുടെ അനുജത്തിയാണ് ചിറ്റ, ഇവരെ ഒന്നും നിനക്കറിയത്തില്ല. സുഭാഷ് പറയുന്നു, അതേടാ. സുധീഷ് പറയുന്നു, ഇവരിപ്പം വിളിക്കാറും വരാറും ഒന്നുമില്ല. സുഭാഷ് ഏട്ടൻ ഓർമ്മയില്ലേ? ഈ സമയം അകത്തേക്ക് കയറി വന്ന ഭാസ്കരൻ ചോദിക്കുന്നു, എടാ എന്താടാ ഇവിടെ നടക്കുന്നത്? പഴയ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് പുറത്തു വെച്ചിരിക്കുന്നത് എന്തിനാ? നിധി പറയുന്നു, അച്ഛനെ കാണാൻ പഴയ ഫോട്ടോയില് ഹാൻസം ആയിട്ടുണ്ട്. ഭാസ്കരൻ ചോദിക്കുന്നു, പഴയ ഫോട്ടോയിലോ? എന്തേ കാണിച്ചേ? ഫോട്ടോ കൊണ്ട് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് ഭാസ്കരൻ. ശേഷം ഭാസ്കരൻ ചോദിക്കുന്നു, വേറെ ഫോട്ടോകളും ഉണ്ടോ? കാണിച്ചേ. നികേഷ് ഓരോ ഫോട്ടോയാ എടുത്ത് ഭാസ്കരനെ കാണിക്കുകയാണ്. നികേഷ് പറയുന്നു, എല്ലാവരും അമ്മയുടെ ഒപ്പം ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഞാനും അമ്മയും കൂടിയുള്ള ഒരു ഫോട്ടോ പോലും ഇല്ല, എന്താ എന്നെ മാത്രം ഒഴിവാക്കിയത്? സന്തോഷത്തോടു കൂടി ഭാസ്കരൻ പറയുന്നു, വേറെ ഫോട്ടോകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം എടുക്ക്, ഞാൻ കാണട്ടെ. ഹരീഷ് ചോദിക്കണം, അതെല്ലാം കണ്ടിട്ട് ഇപ്പൊ എന്തോ ചെയ്യാനാ? ഇങ്ങോട്ട് താടാന്ന് പറഞ്ഞ് ഹരീഷിന്റെ കയ്യിലിരിക്കുന്ന ആ ഫോട്ടോ പിടിച്ചു വാങ്ങുകയാണ് ഭാസ്കരൻ. ആ ഫോട്ടോകളുടെ ഇടയിൽ നിന്നും ഒരു ഫോട്ടോ താഴേക്ക് വീഴുകയാണ്. ഭാസ്കരൻ ആ ഫോട്ടോ എടുത്തു നോക്കുമ്പോൾ എല്ലാവരും ടെൻഷനോടുകൂടി നിൽക്കുകയാണ്. അത് ഭാസ്കരന്റെ രണ്ടാം ഭാര്യയുടെ ഫോട്ടോ ആണ്, നികേഷിന്റെ അമ്മയുടെ ഫോട്ടോ. കണ്ടു നിറഞ്ഞ ഭാസ്കരൻ ആ ഫോട്ടോയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ നികേഷ് പറയുകയാണ്, ഇങ്ങനെ ഒരു ചിറ്റയെ പറ്റി നമ്മൾ പറഞ്ഞിട്ടേ ഇല്ലല്ലോ, ഞാൻ കേട്ടിട്ട് പോലും ഇല്ല, ഇവരുടെ പേരെന്താ? അതെന്ന് പറഞ്ഞ് സുഭാഷ്
സുഭാഷ് ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ ഭാസ്കറിന്റെ കയ്യിൽ നിന്നും ഫോട്ടോ പിടിച്ചു വാങ്ങുകയാണ് ഹരീഷ്. സുധീഷ് പറയുന്നു, എടാ അവരുടെ പേര് രേവതി എന്നാ, രേവതി ചിറ്റ. നികേഷ് പറയുന്നു, ഇങ്ങനെ ഒരു ചിറ്റയുള്ള കാര്യം എന്നോട് ആരും പറഞ്ഞില്ലല്ലോ. സുധീഷ് പറയുന്നു, ഒരുപാട് വർഷമായി നമ്മൾ അവരെ കണ്ടിട്ട്. ഇപ്പം നമ്മൾ വിളിക്കാറും പറയാറും ഇങ്ങോട്ട് വരാറോ അങ്ങോട്ട് പോകാറോ ഒന്നുമില്ല. അതുകൊണ്ടാണ് നിനക്കറിയാത്തത്. സുഭാഷ് പറയുന്നു, എടാ എല്ലാം എടുത്തു വെക്ക്. ഹരീഷ് ഫോട്ടോ എല്ലാം എടുത്തു വെച്ച് പെട്ടി അടയ്ക്കാനായി തുടങ്ങുമ്പോൾ നികേഷ് പറയുന്നു, ഹരീഷ് ഏട്ടാ ഒരു മിനിറ്റ്. അങ്ങനെ നികേഷ് അതിനകത്തുള്ള ഒരു ഡ്രസ്സ് എടുത്ത് മാറ്റി നോക്കുകയാണ്. ആ സ്ത്രീ കുഞ്ഞ് നികേഷിനെ എടുത്തോണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ കാണുകയാണ്. അതെടുത്ത് നികേഷ് പറയുന്നു, ഏട്ടത്തി ഇത് നോക്കിയേ, ഞാനാ ഇത്. നിധി പറയുകയാണ്, ഇവരെ കണ്ടാൽ നിങ്ങളുടെ ചിറ്റ രേവതിയെ പോലെ ഉണ്ടല്ലോ. ഇത് കേട്ട് എല്ലാവരും ഭയത്തോടുകൂടി നിൽക്കുകയാണ്. നികേഷ് പറയുന്നു, ശരിയാ അവരെ പോലെ തന്നെ ഉണ്ടല്ലോ. നിധി പറയുന്നു, സുഭാഷ് ഏട്ടാ ഈ ഫോട്ടോയിലുള്ള ഇവരെ കണ്ടാൽ നോർത്ത് ഇന്ത്യക്കാരിയെ പോലെയുണ്ട്. നിങ്ങളുടെ അമ്മയുമായി ഒരു മുഖഛായ ഇല്ലല്ലോ ഇവർക്ക്. നികേഷ് പറയുകയാണ്, അത് ശരിയാ, ഏട്ടത്തി പറഞ്ഞതുപോലെ ഇവരെ കണ്ടാൽ നോർത്ത് ഇന്ത്യക്കാരിയെ പോലെയുണ്ട്. പേര് രേവതി എന്ന് പറഞ്ഞല്ലോ, പക്ഷെ ഇവരെ കണ്ടാൽ പാകിസ്ഥാൻകാരിയെ പോലെയോ ഗുജറാത്തുകാരിയെ പോലെയോ ഉണ്ടല്ലോ. എന്താ ഇവരെന്നെ എടുത്തോണ്ട് നിൽക്കുന്ന ആ ഫോട്ടോ എടുത്തിരിക്കുന്നത്? നിങ്ങളെ ആരെയും ഇവരെടുത്തില്ലേ? ഇവരും നിങ്ങളും കൂടിയുള്ള ഒരു ഫോട്ടോ പോലും ഇല്ലല്ലോ. സുഭാഷ് പറയുന്നു, ഇനി തന്നെ എല്ലാം കണ്ടു കഴിഞ്ഞില്ലേ, എടുത്തു വെച്ചിട്ട് മറ്റു ജോലിയുള്ളതാ. നികേഷ് പറയുന്നു, നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇവരെ കണ്ട ഒരു നോർത്ത് ഇന്ത്യക്കാരിയെ പോലെയുണ്ട്. ഇവര് നിങ്ങളുടെ ഒപ്പം ഒന്നും ഫോട്ടോ എടുത്തിട്ടില്ല, എന്റെ കൂടെ മാത്രമാണ് ഫോട്ടോ എടുത്തിരിക്കുന്നത്. ബാക്കി എല്ലാ ഫോട്ടോസും ഫ്രെയിം ചെയ്തിട്ടുണ്ട്, ഇത് മാത്രം ഫ്രെയിം ചെയ്തിട്ടില്ല. ഇത് കേട്ട് എല്ലാവരും ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ ഭാസ്കരൻ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോവുകയാണ്. പെട്ടെന്ന് നികേഷ് ഓർക്കുകയാണ് നാട്ടുകാര് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഭാസ്കരൻ ആദ്യ ഭാര്യയെ കൊന്ന് ജയിലിൽ പോയി. കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു നോർത്ത് ഇന്ത്യൻകാരിയെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. തുടർന്ന് സംശയത്തോടുകൂടി അവിടെ നിന്ന് എഴുന്നേറ്റ് ആ ഫോട്ടോ കാണിച്ച് നികേഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ ഇത് ആ സ്ത്രീയാണോ? സുഭാഷും ഹരീഷും സുധീഷും ഞെട്ടി ടെൻഷനോടുകൂടി മുഖത്തോട് മുഖം നോക്കുകയാണ്. നിധി സംശയത്തോടുകൂടി നിൽക്കുന്നു. സുഭാഷ് പറയുന്നു, ഇത് അവരൊന്നും അല്ലടാ. അപ്പോൾ നികേഷ് പറയുകയാണ്, ഇല്ല സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടൻ കള്ളം പറയുക. അച്ഛൻ ഏതോ ഒരു ഹിന്ദിക്കാരിയെ കൂട്ടിക്കൊണ്ട് വന്നെന്ന് പറയാറുണ്ടല്ലോ, ആ സ്ത്രീയല്ല ഇത്. സുഭാഷ് പറയുന്നു, അതൊന്നും അല്ലടാ ഇത്, നീ ഫോട്ടോ ഇങ്ങിതാ. നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ പറ. സുഭാഷും സുധീഷും ഹരീഷും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഈ സമയം പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ഭാസ്കരൻ. ഭാസ്കരനെ തടഞ്ഞു നിർത്തി നികേഷ് ചോദിക്കുന്നു, എന്റെ അമ്മ മരിച്ചതിന് ശേഷം നിങ്ങൾ ഒരു സ്ത്രീയെ കൂട്ടിക്കൊണ്ട് വന്നില്ലേ, അവരല്ലേ ഇവര്? അങ്ങനെ ആ സ്ത്രീയുടെ ഫോട്ടോ കാണിക്കുകയാണ് നികേഷ്. ഇവരും ഞാനും തമ്മിൽ എന്താ ബന്ധം? ഇവരുടെ കയ്യിൽ എന്തിനാ എന്നെ കൊടുത്തത്? എന്റെ അമ്മയുടെ ഒപ്പം ഒരു ഫോട്ടോയിൽ പോലും ഞാനില്ല. പക്ഷെ ഈ സ്ത്രീ മാത്രം എന്തിനാ എന്നെ എടുത്തോണ്ട് നിൽക്കുന്നത്? ഇവരുടെ കൂടെ നിങ്ങൾക്ക് ഫോട്ടോ എടുത്താ പോരെ, എന്തിനാ എന്നെ കൂടെ നിർത്തിയിരിക്കുന്നത്? നാട്ടിലെല്ലാവരും നിങ്ങളൊരു നോർത്ത് ഇന്ത്യൻ സ്ത്രീയെ കൂട്ടിക്കൊണ്ട് വന്നതായിട്ട് പറയാറുണ്ട്. ഇപ്പോഴാ ഞാൻ അവരെ കാണുന്നത്. ഇവരെന്തിനാ എന്നെ എടുത്തോണ്ട് നിൽക്കുന്നത്? ഇവരെ കാണുമ്പോ തന്നെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, വെറുപ്പ് തോന്നുന്നു. പറ, എന്തിനാ ഈ സ്ത്രീ എന്നെ എടുത്ത് ഫോട്ടോ എടുത്തത്? ഭാസ്കരൻ ഒന്നും മിണ്ടാതെ പോകാനായി തുടങ്ങുമ്പോൾ തടഞ്ഞുകൊണ്ട് നികേഷ് പറയുന്നു, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ സ്ത്രീയുടെ കയ്യിൽ എന്തിനാ എന്നെ കൊടുത്തത്? മാറി നിൽക്കടാന്ന് പറഞ്ഞ് നികേഷിനെ മാറ്റി നിർത്തി ഭാസ്കരൻ അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ തോളിൽ കൈവച്ച് നികേഷ് പറയുന്നു, അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല, എനിക്ക് മറുപടി കിട്ടിയേ പറ്റൂ. എന്റെ അമ്മയുടെ ഒപ്പം ഒരു ഫോട്ടോയിൽ പോലും ഞാനില്ല. പിന്നെ ഇവരെന്തിനാ എന്നെ എടുത്ത് ഫോട്ടോ എടുത്തിരിക്കുന്നത്? ഭാസ്കരന്റെ ഷട്ടിൽ കുത്തി പിടിച്ചുകൊണ്ട് നികേഷ് ചോദിക്കുന്നു, ഈ സ്ത്രീ ജീവനോടെ ഉണ്ടോ, അതോ ഞങ്ങളുടെ അമ്മയെ കൊന്നതുപോലെ ഇവരെയും കൊന്നോ? സുഭാഷ് പറയുന്നു, നികേഷ് അച്ഛന്റെ ദേഹത്ത് നിന്ന് കൈയെടുക്ക്. എടുക്കടാ. നികേഷ് പറയുന്നു, എനിക്ക് മറുപടി കിട്ടാതെ ഞാൻ കൈയെടുക്കില്ല. ഭാസ്കരൻ പറയുകയാണ്, മര്യാദയ്ക്ക് കൈയെടുക്കടാ, വലിയ ഒരാള് വന്നിരിക്കുന്നു എന്നോട് ചോദ്യത്തിന് മേളിൽ ചോദ്യം ചോദിക്കാനായിട്ട്, കൈയെടുക്കടാ. സുഭാഷ് പറയുന്നു, എടാ നികേഷ് വെറുതെ ഇരിക്ക്, നിനക്ക് എന്തിനാ ഈ ചോദ്യമെല്ലാം? നികേഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ ഞാനിപ്പം എന്ത് തെറ്റാ ചെയ്തത്? ആ സ്ത്രീയുടെ ഒപ്പം നിങ്ങൾ ആരും ഫോട്ടോ എടുത്തിട്ടില്ല, എന്നെ മാത്രം എടുത്തോണ്ട് എന്തിനാ അവര് ഫോട്ടോ എടുത്തിരിക്കുന്നത്? ഇവരെ കാണുന്നതേ എനിക്കിഷ്ടമല്ല, പിന്നെ എന്തിനാ ഇവരെന്നെ എടുത്തോണ്ട് ഫോട്ടോ എടുത്തിരിക്കുന്നത്? കാണുമ്പോ തന്നെ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി ഭാസ്കരൻ പറയുന്നു, മിണ്ടാതിരിക്കടാ, വെറുപ്പ് തോന്നുന്നു, ദേഷ്യം വരുന്നു. നിന്റെ അമ്മ നിന്നെ എടുക്കാതെ വേറെ ആരെയെങ്കിലും എടുക്കാൻ പറ്റുവോടാ? ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് നികേഷും മറ്റെല്ലാവരും. നിധി ടെൻഷനോടുകൂടി എല്ലാവരെയും നോക്കുന്നു. ഭാസ്കരൻ പറയുന്നു, കണ്ടിട്ട് നിനക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അല്ലേ? അവളാടാ നിന്റെ അമ്മ, നിന്നെ പ്രസവിച്ച അമ്മ. ഇത് കേട്ട് നികേഷ് തകർന്നു നിൽക്കുമ്പോൾ എല്ലാവരും ഭയത്തോടുകൂടി മുഖത്തോട് മുഖം നോക്കുകയാണ്. ദേഷ്യത്തോടു കൂടി സുഭാഷ് ഉറക്കെ ചോദിക്കുന്നു, അച്ഛാ എന്താ അച്ഛൻ ഈ ചെയ്യുന്നത്? എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? എന്തിനാ ഇപ്പം ഇതെല്ലാം അവനോട് പറയുന്നത്? വെറുതെ ഇരുന്നൂടെ? കണ്ണു തിറങ്ങിയ നികേഷ് ആ ഫോട്ടോയിലേക്ക് ഒന്ന് നോക്കിയിട്ട് ചോദിക്കുന്നു, ആർക്കമ്മ? ഭാസ്കരൻ പറയുന്നു, അവളാടാ നിന്റെ അമ്മ, നിന്നെ പ്രസവിച്ച അമ്മ. അവരുടെ എല്ലാം അമ്മ അവരെയെല്ലാം എടുത്തുകൊണ്ടുള്ള ഫോട്ടോ ഇല്ലേ, അതേപോലെ നിന്റെ അമ്മ നിന്നെ എടുത്തോണ്ട് നിൽക്കുന്ന ഫോട്ടോയാണിത്. ഇതിൽ എന്ത് തെറ്റാ ഉള്ളത്? സുഭാഷ് ചോദിക്കുന്നു, അച്ഛാ എന്താ അച്ഛൻ ഈ ചെയ്യുന്നത്? ഇപ്പൊ എന്തിനാ അവനോട് ഇതെല്ലാം പറയുന്നത്? സംസാരിക്കാതെ ഇറങ്ങി പോകാൻ നോക്ക്. ഭാസ്കരൻ പറയുന്നു, ആ സ്ത്രീ എന്തിനാ എന്നെ എടുത്തോണ്ട് നിൽക്കുന്നെന്ന് ചോദിച്ച് അവൻ എന്റെ ഷട്ടിൽ കുത്തി പിടിച്ചില്ലേ, അതല്ലേ അവന്റെ അമ്മ. അവന്റെ അമ്മയല്ലേ അവനെ എടുത്തോണ്ട് നിൽക്കുന്നത്, വേറെ ആരും അല്ലല്ലോ. ഇതെല്ലാം കേട്ട് കണ്ടു തിറങ്ങിയ ആ ഫോട്ടോയിലേക്ക് നോക്കി നിൽക്കുകയാണ് നികേഷ്. അരികിലേക്ക് വന്ന കയ്യിൽ പിടിച്ച് ഹരീഷ് പറയുന്നു, എടാ നികേഷേ അങ്ങനെയൊന്നും ഇല്ലടാ, നീ ഇതും വിചാരിച്ച് വിഷമിച്ചിരിക്കാതെ വാ നമുക്ക് പുറത്തു പോകാം. നികേഷ് പറയുന്നു, വിട് ഹരീഷ് ഏട്ടാ, ഞാൻ വരുന്നില്ല. സുഭാഷും സുധീഷും ഹരീഷും അമ്മയുടെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോ എടുത്ത് നോക്കുകയാണ് നികേഷ്.
സുഭാഷ് പറയുന്നു, എടാ നികേഷേ അങ്ങനെയൊന്നുമില്ല, നീ അതെല്ലാം ഇങ്ങനെ തന്നെ. അങ്ങനെ ആ ഫോട്ടോസ് എല്ലാം എടുത്ത് പെട്ടിക്കകത്തേക്ക് വെക്കുകയാണ് സുഭാഷ്. കണ്ടു തിറങ്ങിയ നികേഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ എന്റെ അമ്മയും എന്റെ ചേട്ടന്മാരുടെ അമ്മയും വേറെയാണോ? സുഭാഷ് ഏട്ടന്റെ അമ്മയല്ലേ എന്റെ അമ്മ? ഭാസ്കരൻ പറയുന്നു, അതേടാ ഇവരുടെ അമ്മ വേറെയാ, നിന്റെ അമ്മ വേറെയാ. ആ ഫോട്ടോയിലെ ഇവരുടെ 3 പേരുടെയും കൂടെ നിൽക്കുന്നില്ലേ, അവരാണ് ഇവരുടെ അമ്മ. നിന്നെ എടുത്ത് നിൽക്കുന്ന ആ സ്ത്രീയാണ് നിന്റെ അമ്മ. മതിയായോ നിനക്ക്? വെറുതെ ചോദ്യത്തിന് മുകളിൽ ചോദ്യമാ ചോദിക്കുന്നത്. ദേഷ്യത്തോടു കൂടി നിങ്ങളെ ഞാനിതെന്ന് പറഞ്ഞ് ഭാസ്കരന്റെ അരികിലേക്ക് വന്ന ഷട്ടിൽ കുത്തിപ്പിടിച്ച് ഇടിക്കാനായി കൈ ഉയർത്തുകയാണ് സുധീഷ്. ഇത് കണ്ട് ഞെട്ടി നിധി ഉറക്കെ അയ്യോ വേണ്ടെന്ന് പറയുമ്പോൾ എല്ലാവരും ഞെട്ടി കണ്ണു നിറഞ്ഞ അവരെ നോക്കുകയാണ്. നിധി പറയുന്നു, വേണ്ട സുധീഷ്, അത് സുധീഷിന്റെ അച്ഛനാ. ഭാസ്കരൻ ചോദിക്കുന്നു, എടാ ഞാൻ പറഞ്ഞതിൽ എന്ത് തെറ്റാടാ ഉള്ളത്? കണ്ണു നിറഞ്ഞ സുധീഷ് ചോദിക്കുന്നു, നിങ്ങൾക്ക് വിവരമുണ്ടോ? എപ്പോ എവിടെ എന്ത് പറയണമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ? ഭാസ്കരൻ ചോദിക്കുന്നു, എന്താടാ ഞാൻ പറഞ്ഞതിൽ എന്ത് തെറ്റാടാ ഉള്ളത്? വീടിന് മുകളിൽ ഇടി വെട്ടി രണ്ടായി പിളർന്നതുപോലെ നീ എന്തിനാ കിടന്ന് അലച്ചു വിളിക്കുന്നത്? സുധീഷ് ചോദിക്കുന്നു, എന്തിനാ ഇപ്പം ഇത് ഇവനോട് പറഞ്ഞത്? ഇത്രയും നാളും അവൻ അത് അറിയാതെയല്ലേ ജീവിച്ചത്? ഇപ്പൊ നിങ്ങളിത് പറയേണ്ട ആവശ്യം എന്താ? എന്താ 2 സ്ത്രീകളെ കല്യാണം കഴിച്ചത് അഭിമാനാണോ നിങ്ങൾക്ക്? വലിയ അഭിമാനത്തോടെയാണല്ലോ വിളിച്ചു പറയുന്നത് ഓരോന്ന്. അവൻ ഷട്ടിൽ കുത്തിപ്പിടിച്ച് ചോദിക്കുന്നു, അവനോട് പിന്നെ ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടത്? സുധീഷ് ചോദിക്കുന്നു, അവൻ ഷട്ടിൽ കുത്തിപ്പിടിച്ച് ചോദിച്ചാൽ സത്യം പറയുമോ? ഭാസ്കരൻ പറയുന്നു, പറയടാ, വെറുതെ എല്ലാവർക്കും മെക്കിട്ട് കയറാനുള്ളതാണോ ഞാൻ? നിങ്ങളോട് ആരോടാ പറഞ്ഞത് ഇവനെ ആ ഫോട്ടോ കാണിക്കാൻ? അതുകൊണ്ടല്ലേ അവൻ ചോദിച്ചത്. അവൻ ചോദിച്ച ചോദ്യത്തിന് പിന്നെ ഞാൻ എന്ത് മറുപടി പറയാനാ? സത്യമല്ലേ പറയാൻ പറ്റൂ? ചെയ്യേണ്ടതെല്ലാം ചെയ്തു വെച്ചിട്ട് എന്നെ വന്ന് ചോദ്യം ചെയ്യുന്നു. എന്നാണെങ്കിലും അവൻ അറിയേണ്ട സത്യമല്ലേ അത് ഇന്ന് അങ്ങ് അറിഞ്ഞു എന്ന് വിചാരിച്ചാ മതി. അത്രേ ഉള്ളൂ. അവന്റെ കയ്യില് ഫോട്ടോ കൊടുത്തിട്ട് അവൻ എന്നോട് ചോദ്യം ചെയ്യാൻ വന്ന ഞാൻ പിന്നെ എന്ത് മറുപടി അറിയാനായിരുന്നു? എന്നിട്ട് എന്നെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നു ഓരോരുത്തന്മാര്. അങ്ങനെ ദേഷ്യത്തോടു കൂടി ഭാസ്കരൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. സുഭാഷ് ഏട്ടാ എന്ന് വിളിച്ച നികേഷ് കരയുമ്പോൾ തോളിൽ കൈവച്ച് സുഭാഷ് പറയുന്നു, നികേഷ് ഒന്നുമില്ലടാ, അച്ഛൻ പറഞ്ഞതൊന്നും സത്യമല്ല. നമ്മുടെ അമ്മ തന്നെയാ നിന്റെ അമ്മയും. അച്ഛൻ കുടിച്ചിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയുകയാ. കണ്ണു നിറങ്ങിയ നികേഷ് പറയുന്നു, നമുക്ക് എല്ലാവർക്കും ഒരമ്മയല്ലേ? നിങ്ങൾക്ക് വേറെ അമ്മ, എനിക്ക് വേറെ അമ്മ. എന്താ ഈ കാര്യം ആരും എന്നോട് തുറന്നു പറയാഞ്ഞത്? ഹരീഷ് പറയുന്നു, എടാ നീ ഇത് വിട്. അമ്മ വേറെ വേറെ ആയാലെന്താ? നീ ഞങ്ങളുടെ 3 പേരുടെയും പൊന്നനുജനാ. ഞങ്ങൾ എല്ലാവരും നിന്റെ ചേട്ടന്മാരാ. നികേഷ് ചോദിക്കുന്നു, ഇതെന്താ ആരും എന്നോട് പറയാഞ്ഞത്? നിങ്ങൾക്ക് തന്നെ എന്നോട് പറഞ്ഞുകൂടായിരുന്നു ഇത്? സുധീഷ് പറയുന്നു, എടാ നികേഷ്, അമ്മ വേറെ ആയാലെന്താ? അച്ഛൻ ഒരാളല്ലേ? വിടടാ നികേഷ്. കരഞ്ഞോണ്ട് സുഭാഷ് പറയുന്നു, ഏത് സമയത്താണോ ഇതെല്ലാം എടുത്ത് നോക്കാൻ തോന്നിയത്? ഈ ഫോട്ടോ എല്ലാം കാരണമാ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. എടാ ഇതെല്ലാം എടുത്ത് അകത്ത് വെക്കടാ. ഹരീഷ് ഫോട്ടോ ഉള്ള പെട്ടി എടുത്തുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. നികേഷ് ആലോചിച്ചുകൊണ്ട് അവിടേക്ക് ഇരിക്കുന്നു. എടാ നികേഷ് എന്ന് വിളിച്ച് സുഭാഷ് അരികിലേക്ക് ഇരുന്ന് ചേർത്ത് പിടിക്കുമ്പോൾ നികേഷ് പൊട്ടിക്കരയുകയാണ്. കരഞ്ഞുകൊണ്ട് സുഭാഷ് പറയുന്നു, എടാ കരയാതെടാ. ഹരീഷും സുധീഷും നിധിയും കരഞ്ഞുകൊണ്ട് നികേഷിനെ നോക്കുകയാണ്. നികേഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ എന്താ എന്നോട് ഇതൊന്നും പറയാഞ്ഞത്? ഹരീഷ് പറയുന്നു, നീ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? ഇപ്പൊ നീ അറിഞ്ഞില്ലേ? എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ? സഹിക്കാനാകാതെ വിഷമത്തോടുകൂടി നികേഷ് പറയുന്നു, അയാള് എന്റെ അമ്മയെ എവിടുന്നോ കൂട്ടിക്കൊണ്ട് വന്നതാ. അവരാ എന്റെ അമ്മ. ഇത് നിങ്ങള് എന്നോട് നേരത്തെ പറയാമായിരുന്നു. എന്താ സുഭാഷ് ഏട്ടാ എന്നോട് പറയാഞ്ഞത്? സുഭാഷ് പറയുന്നു, കരയാതെടാ നികേഷ്, അതെല്ലാം പഴയ കഥയാ. അതെല്ലാം അറിഞ്ഞിട്ട് നീ എന്താ ചെയ്യാൻ പോകുന്നതെന്നാ ഞങ്ങൾ വിചാരിച്ചത്. നീ അന്നും എന്റെ അനുജനാ, ഇന്നും എന്റെ അനുജനാ. ഇന്ന് നീ സത്യം തിരിച്ചറിഞ്ഞത് കൊണ്ട് ഒന്നും മാറുന്നില്ല. സുധീഷ് പറയുന്നു, നികേഷ് ഇങ്ങോട്ട് നോക്കടാ. ഇങ്ങനെ നീ കരയാൻ മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചില്ല. ഈ സത്യം നീ ഒരിക്കലും അറിയരുതെന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷെ ഇപ്പൊ അറിഞ്ഞു. നമ്മുടെ അമ്മ ആരായാലെന്താ? ഇത് കാരണം നമ്മുടെ ജീവിതത്തിൽ ഒന്നും മാറാൻ പോകുന്നില്ല. നികേഷ് ഞങ്ങളെ ഒന്ന് മനസ്സിലാക്കടാ. കരയാതെ, കരച്ചിൽ നിർത്തടാ. നിന്റെ കരച്ചിൽ കണ്ട് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഹരീഷ് പറയുന്നു, അയാൾക്ക് വിവരമേ ഇല്ല. എവിടെ എന്ത് സംസാരിക്കണമെന്നറിയില്ല. നികേഷ് പൊട്ടിക്കരയുമ്പോൾ ചേർത്ത് പിടിച്ചുകൊണ്ട് സുഭാഷ് പറയുന്നു, കരയാതെ നികേഷ്, കരയല്ലേ. നീ കരയുന്നത് ഈ സുഭാഷ് ഏട്ടന് സഹിക്കില്ല. എനിക്കിത് കണ്ടു നിൽക്കാൻ വയ്യ. അങ്ങനെ നികേഷിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ് സുഭാഷ്. ഇത് കണ്ട് പൊട്ടിക്കരയുകയാണ് സുധീഷും ഹരീഷും നിധിയും. നികേഷ് തളർന്നിരിക്കുമ്പോൾ ടെൻഷനോടുകൂടി സുഭാഷ് പറയുന്നു, നിന്നെ വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ, നിനക്ക് എന്ത് പറ്റി? വാ നമുക്ക് പുറത്തോട്ട് പോകാം. എടാ എഴുന്നേൽക്കെന്ന് പറഞ്ഞ് നികേഷിനെ താങ്ങി പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയാണ് സുഭാഷും ഹരീഷും. കണ്ടു നിറഞ്ഞ് പിന്നാലെ വരികയാണ് സുധീഷും നിധിയും. സുഭാഷ് പറയുന്നു, നികേഷ് നീ കരയാതെ, നീ ഇങ്ങനെ വിഷമിക്കാതെ. നികേഷ് പറയുന്നു, ഒരിക്കൽ പോലും സുഭാഷ് ഏട്ടൻ എന്നോട് ഇത് പറയണമെന്ന് തോന്നിയില്ലല്ലോ. എന്തിനാ സുഭാഷ് ഏട്ടൻ ആ ഫോട്ടോകൾ മറച്ചു വെച്ചെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഹരീഷ് പറയുന്നു, എടാ നികേഷ് നീ കര, എത്ര വേണമെങ്കിലും കരഞ്ഞു. പക്ഷെ അതോടെ ഇത് അവസാനിപ്പിക്കണം. ഇതിനപ്പുറത്തേക്ക് ആലോചിക്കാൻ ഇതിനകത്തൊന്നും ഇല്ലടാ. ഇത് തന്നെ ആലോചിച്ചിരുന്നാൽ നീ ഒരുപാട് വിഷമിക്കും. നീ ഞങ്ങളെ കുറിച്ചൊന്ന് വിചാരിക്ക്. നീ ഇങ്ങനെ കരയുന്നത് ഞങ്ങൾക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. നീ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സത്യം ഇത്രയും കാലം മറച്ചു വെച്ചത്. നികേഷ് പറയുന്നു, നീ പോടാ. ഇതെല്ലാം മറക്കേണ്ട വിഷയമാണോ? എനിക്കിത് താങ്ങാൻ പറ്റില്ല. ഇത് കേട്ട് കരഞ്ഞുകൊണ്ട് കരയാതെ നികേഷ് എന്ന് പറഞ്ഞ് സുഭാഷും ഹരീഷും കരഞ്ഞുകൊണ്ട് നികേഷിനെ ചേർത്ത് പിടിക്കുകയാണ്. പൊട്ടിക്കരഞ്ഞ് സുധീഷ് നിധിയോട് പറയുന്നു, ഈ സത്യം ആരും അവനോട് പറയരുതെന്ന് ഞങ്ങൾ വിചാരിച്ചു. അമ്മ മരിച്ച് അച്ഛൻ ജയിലിൽ പോയി. കുറച്ചു നാളിന് ശേഷമാണ് അച്ഛൻ ജയിലിൽ നിന്നും വന്നത്. വന്ന ഉടനെ ഞങ്ങളെല്ലാം തിരിഞ്ഞു നോക്കുക പോലും
ചെയ്യാതെ ഇവിടെ നിന്ന് പോയി. കുറെ നാൾ കഴിഞ്ഞിട്ടും വന്നില്ല. അച്ഛൻ ഇനിയും തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ ഒരു ദിവസേ അച്ഛൻ തിരിച്ചു വന്നത്. അച്ഛൻ വരുമ്പോൾ നികേഷിന്റെ അമ്മയെയും കൂട്ടിക്കൊണ്ടാണ് വന്നത്. നികേഷ് എന്ന കൈക്കുഞ്ഞായിരുന്നു. ആ അമ്മ ആരാണ്, എങ്ങനെയാണ് അവരെ അറിയാവുന്നത്, അവരുമായുള്ള ബന്ധം എന്താണ്, ഒന്നും ഞങ്ങളോട് പറഞ്ഞില്ല. നാട്ടുകാര് പറയുന്നത് ഭാസ്കരൻ അവരെ കിട്ടിയതാണെന്ന്, ചിലര് പറയുന്നു കല്യാണം കഴിച്ചിട്ടില്ലെന്ന്. അന്നൊക്കെ ഞങ്ങൾക്ക് അച്ഛനെ കാണുന്നതേ വെറുപ്പായിരുന്നു. എന്റെ അമ്മയെ കൊന്നിട്ട് മറ്റൊരു സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവന്ന അയാളോട് എനിക്ക് പകയായിരുന്നു. വന്ന അന്നു മുതല് നികേഷ് ഞങ്ങളോട് അങ്ങ് അടുത്തു. അവൻ കൊച്ചു കുഞ്ഞല്ലേ, അവനെ ഞങ്ങൾക്ക് വെറുക്കാൻ കഴിയില്ല. ആരുമില്ലാതെ വിഷമിച്ചിരുന്ന ഞങ്ങൾക്ക് അവൻ സംസാരിക്കുന്നത്, ചിരിക്കുന്നത്, കളിക്കുന്നത് അതെല്ലാം കണ്ടാണ് ഞങ്ങൾക്ക് കുറച്ച് സമാധാനം കിട്ടിയത്. ആ മനുഷ്യൻ ചെയ്ത തെറ്റിന് ഇവൻ എന്ത് ചെയ്യാനാ, അവൻ പാവല്ലേ. ആ അമ്മ എന്തിനാ ഇവിടെ നിന്ന് പോയെന്ന് എനിക്കറിയില്ല. ഒരു ദിവസം ഇവിടെ വിട്ടുപോയി. നികേഷിനെ കൊണ്ടുപോയില്ല അവര്. അന്ന് അതൊന്നും മനസ്സിലാക്കാനുള്ള പ്രായം നികേഷിനില്ലായിരുന്നു. ആ പ്രായമായപ്പോൾ ഞങ്ങൾക്കത് അവനോട് പറയാനും തോന്നിയില്ല. അന്ന് മുതല് ഈ സമയം വരെ ഞങ്ങൾ എല്ലാവരും അവന്റെ ചേട്ടന്മാരാണെന്ന് പറഞ്ഞ ഞങ്ങൾ അവനെ വളർത്തിയത്. ഈ സത്യം ഒരിക്കലും അവൻ അറിയരുതെന്ന് ഞങ്ങൾ പരസ്പരം പറഞ്ഞു. ഇങ്ങനെയൊരു സന്ദർഭം ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലുമില്ല. നികേഷ് പാവമാ. അവൻ കരയുന്നത് കണ്ടോന്ന് പറഞ്ഞ് സുധീഷ് പൊട്ടിക്കരയുകയാണ്. നിധി കരഞ്ഞുകൊണ്ട് നികേഷിനെയും സുധീഷിനെയും നോക്കുകയാണ്. പൊട്ടിക്കരയുന്ന നികേഷിനെ കെട്ടിപ്പിടിച്ചു നിൽക്കുകയാണ് ഹരീഷും സുഭാഷും. നികേഷ് എന്ന് വിളിച്ച് അരകിലേക്ക് ഓടിച്ചെന്ന് പൊട്ടിക്കരഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ് സുധീഷ്. നിധി കരഞ്ഞുകൊണ്ട് അവരെ തന്നെ നോക്കി നിൽക്കുന്നു. തുടർന്ന് നികേഷ് പറയുന്നു, ഞാൻ നിങ്ങളുടെ അനുജനല്ല. സുധീഷ് പറയുന്നു, നീ എന്താടാ പറഞ്ഞേ, ഒറ്റ ഒരെണ്ണം അങ്ങ് തന്നാലുണ്ടല്ലോ. ഹരീഷ് പറയുന്നു, എടാ ഞങ്ങളുടെ 3 പേരുടെയും ശ്വാസം നിന്നു പോകുന്നത് വരെയും നീ ആയിരിക്കും ഞങ്ങളുടെ അനുജൻ. അങ്ങനെ അവർ പൊട്ടിക്കരഞ്ഞ് കെട്ടിപ്പിടിക്കുമ്പോൾ ആ സ്നേഹം കണ്ട് കരഞ്ഞുകൊണ്ട് അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് നിധി. തുടർന്ന് നികേഷ് കോളേജിലേക്ക് പോകാനായി റോഡ് സൈഡിലൂടെ നടന്നു വരുമ്പോൾ സൈക്കിളിൽ ആ വഴി വരികയാണ് ഭാസ്കരൻ. നികേഷ് ദേഷ്യത്തോടുകൂടി ഭാസ്കരനെ നോക്കുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, അമ്മ രണ്ടായാൽ എന്താ, ആരും നിന്നെ തോട്ടിൽ കളഞ്ഞില്ലല്ലോ. നികേഷ് പറയുന്നു, എല്ലാം നിങ്ങൾ കാരണോ, എന്താ എന്നോട് ഈ വിഷയം പറയാഞ്ഞത്. ഭാസ്കരൻ ചോദിക്കുന്നു, പറഞ്ഞ നീ എന്ത് ചെയ്യുമായിരുന്നു. നികേഷ് പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എത്ര വേണമെങ്കിലും കല്യാണം കഴിക്കാം, അതറിയേണ്ട ആവശ്യം എനിക്കില്ല. പക്ഷെ എന്റെ ചേട്ടന്മാര് എന്റെ സ്വന്തം ചേട്ടന്മാരല്ലാന്ന് എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. അവരുടെ അമ്മ വേറെയാ, എന്റെ അമ്മ വേറെയാണെന്ന് ഞാൻ അറിയുമ്പോൾ ഞാൻ ഏത് അവസ്ഥയിലായിരുന്നെന്നറിയുമോ. നിങ്ങൾ എന്റെ അച്ഛനല്ലേ, ഇത് നിങ്ങൾക്ക് എന്നോട് പറയാമായിരുന്നില്ലേ. ഞാൻ സുഭാഷ് ഏട്ടന്റെയും സുധീഷ് ഏട്ടന്റെയും ഹരീഷ് ഏട്ടന്റെയും സ്വന്തം അനുജനാണെന്ന് വിചാരിച്ച് ഞാൻ അവരെ എന്ത് ബുദ്ധിമുട്ടിച്ചു. ഞാൻ പറയുന്നതെല്ലാം അവരെനിക്ക് ചെയ്തു തന്നില്ലേ, അവർക്ക് അതിന്റെ ആവശ്യമുണ്ടോ. നിങ്ങൾ എന്നോട് പറയണമായിരുന്നു ഞാൻ ആരാണെന്ന്. ഭാസ്കരൻ പറയുന്നു, ഓ നീ വലിയ ആളല്ലേ, നിന്നോടെല്ലാം പറയണമായിരുന്നു, പിറന്ന ഉടനെ പറയണമായിരുന്നു. നികേഷ് പറയുന്നു, നിങ്ങൾക്ക് എന്റെ അവസ്ഥ മനസ്സിലാകില്ല. ഭാസ്കരൻ ചോദിക്കണേ, എന്ത് അവസ്ഥയാടാ, നീ കോളേജിൽ പോവല്ലേ. നികേഷ് പറയുന്നു, ഈ നാട്ടിലുള്ള എല്ലാവരും നിങ്ങളുടെ ഭാര്യയെ കൊന്നിട്ട് മറ്റൊരു സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവന്നെന്ന് പറയുമായിരുന്നു. എന്റെ ചേട്ടന്മാരെ നിങ്ങൾ നന്നായി നോക്കാതെ വേറൊരു സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവന്നു. ആ സ്ത്രീക്കാണ് ഞാൻ ജനിച്ചത്. പക്ഷെ എന്റെ ചേട്ടന്മാര് എന്നെ എത്ര സ്നേഹത്തോടെയാ നോക്കുന്നത്. എന്റെ അമ്മ ആരാ, നിങ്ങൾ എവിടുന്ന് വിളിച്ചോണ്ട് വന്നതാ, കല്യാണം കഴിച്ചതാണോ അല്ലയോ, ഒന്നും എനിക്കറിയില്ല. ഞാൻ ആരാണെന്നുള്ള ചോദ്യം എന്നെ കൊല്ലുക. ഞാൻ എന്റെ ചേട്ടന്മാരുടെ അനുജനാണെന്ന് ഞാൻ ഇന്നലെ വരെ വിചാരിച്ചു. ഇന്ന് ഞാൻ അവരുടെ അനുജനല്ല. അവര് 3 പേരുമാ ചേട്ടാനുജന്മാര്, ഞാൻ അവർക്ക് ആരോ ആണ്. ഭാസ്കരൻ പറയുന്നു, പോടാ ചുമ്മാ റോഡിൽ നിന്ന് നാടകം കളിക്കാതെ. കരഞ്ഞോണ്ട് നികേഷ് പറയുന്നു, പോയി, എല്ലാം പോയി. ഇത്രയും നാളും എനിക്ക് ആ വീടിനെ ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം എനിക്ക് ആ വീടുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ആരും ഇല്ലാത്തടത്തേക്ക് എന്നെ തന്നെ വിട്ടതുപോലെയുണ്ട്. ഇതൊന്നും പറഞ്ഞാ നിങ്ങൾക്ക് മനസ്സിലാകില്ല, പോടോ. അങ്ങനെ പൊട്ടിക്കരഞ്ഞ നികേഷ് അവിടെ നിന്ന് പോകുമ്പോൾ വിഷമത്തോടുകൂടി ആലോചിച്ചു നിൽക്കുകയാണ് ഭാസ്കരൻ. തുടർന്നുള്ള റിവ്യൂവുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.